എന്തിനാണ് ഈ കിളവയുടെ സഹായം നമുക്ക്? അതുകൊണ്ട് ആ മന്ത്രമെല്ലാം ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ നല്ലൊരു ജോത്സ്യനെ കണ്ട് എല്ലാം പഠിച്ചിട്ട് ദാ ഇവിടെ വന്നിരിക്കുകയാണ്. ഈ നിമിഷം മുതൽ ഇനി ഈ കാറിനകത്ത് ഒരിക്കലും പ്രേതം ഉണ്ടാവില്ല. ഹരഹരോഹര, ഹരഹരോഹര. കണ്ണാണ്, ഈ വണ്ടിയുടെ 2 കണ്ണും കണ്ണാണെന്നാ പറയുന്നേ. കുന്തവെല്ലാം കൂടി ഇടിച്ചു പറിച്ച് ദൂരേക്ക് കളഞ്ഞ ഹരഹരോഹര, ഹരഹരോഹര. ഈ വണ്ടിയുടെ 4 വീലും കാലാണെന്നാണ്. ഒടുക്കത്തെ ഒരു കാല് കാതാന്ന്, ഇത് കാതാന്ന്. കടിച്ചു തുപ്പു ഞാൻ. വാലാണേ, ഇത് വാലാണേ. ചവിട്ടി ഓടിക്കും ഞാൻ. പാലക്കാട്ട് പോയി കാശ് കൊടുത്ത് മന്ത്രം പഠിച്ചത് കൊണ്ട് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഭഗവാനെ കാത്തുകൊള്ളണേ ഉമ്മ. ഇതെന്താ നാരങ്ങ പറന്നുപോയത്? കാറ്റായിരിക്കും, കാറ്റായിരിക്കും. എന്താ എന്താ തമിഴ് പാട്ട് കേൾക്കുന്നത്? ഇതെന്താ മഴയില്ലാത്ത സമയത്ത് വൈപ്പർ വർക്ക് ചെയ്യുന്നത്? എന്റെ ദൈവമേ, എന്റെ അമ്മേ. ഒരു കാര്യം കേട്ടോ, ഇനി ഈ വീട്ടിൽ കാർ വേണോ അതോ അച്ഛൻ വേണോ? നീ തന്നെ തീരുമാനിച്ചോടി. അയ്യോ, എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിനക്ക് എന്താ വേണ്ടത്? നീ ഞാനും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ചോദിച്ചത് കേട്ടില്ലേ? പറഞ്ഞു തൊലയ്ക്ക്. പോലീസിനോട് പറയാതിരുന്നത്. അവള് പോയതിനു ശേഷം ആ ഡോറ അവളുടെ ഓർമ്മയുമായി ഭക്ഷണം പോലും കഴിക്കാതെ ഈ കാറിൽ കിടന്നാ ചത്തത്. അതിനുശേഷം ഈ കാറിൽ കയറാൻ എനിക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട് വിറ്റു. മോളെ, കാറും കണ്ടില്ല, നിന്നെയും കണ്ടില്ല. അച്ഛൻ ആകെ പേടിച്ചു പോയി. എവിടെ പോയതായിരുന്നു പറ. എന്താ മോളെ മിണ്ടാതെ പോകുന്നേ? ആ കുട്ടി ഇനിയും മരിച്ചിട്ടില്ല. അവള് നിന്നോടൊപ്പമുണ്ട്. ആ നായിയുടെ ആത്മാവ് നീ ആ കുട്ടിയാണെന്ന് വിചാരിക്കുന്നു. ആ 3 പേരെയും നിന്നെ വെച്ച് കൊല്ലാനാണ് ആ നായി വിചാരിക്കുന്നത്. അല്ല സാറേ, നിങ്ങൾ തന്നതേ 3 ത്രെഡ് മുടിയാ. 1980 മോഡലാ. വിളിച്ചാ മതി. സാറ് പറഞ്ഞ വണ്ടി വെച്ച് നോക്കുമ്പോൾ ആകെ 2 വണ്ടി ഈ സ്റ്റേറ്റിലേക്ക് പോയിട്ടുള്ളൂ. അതിലൊന്ന് 1 വർഷം മുമ്പേ ഡെമോളിഷ് ചെയ്ത് സ്ക്രാബിലേക്ക് പോയി. മറ്റേ വണ്ടി മധുരവായിൽ പവിഴം എന്ന പേരിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് സാറിന് ഞാൻ വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ട്. കുമാർ, വണ്ടി മധുരവായിലേക്ക് വിട്. ഓക്കെ സാർ.
യെസ് മേളിൽ നിന്ന് എന്ത് ഫോഴ്സ് ആണെന്നറിയാം എനിക്ക്. ഒരു നോർത്ത് ഇന്ത്യനാ കൊന്നിരിക്കുന്നത്. സാർ, ആ കൊലപാതകത്തെ പറ്റി തന്നെയാണ് എൻക്വയറി നടക്കുന്നത്. ആരോടോ പെണ്ണ്? ആ ബംഗാളിയെ കാർ കയറ്റിക്കുന്നത് ഇവൾ തന്നെയാണെന്ന് എനിക്ക് സംശയമുണ്ട്. സാർ ഞാനൊന്നും സംഭവം ചെയ്തില്ല, സാർ. നടന്നിടത്തുനിന്ന് ഒരു കാറിന്റെ റേഡിയേറ്റർ മൂടി കിട്ടിയിട്ടുണ്ട് സാർ. അത് ഇവളുടെ കാറിന്റെയാണ്. സാർ, സത്യമായിട്ട് എനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല സാർ. നിക്ക് കിടന്ന് മോങ്ങാതെ. എന്താന്ന് വെച്ചാ പറ. പാതിരാത്രിക്ക് വീടിന്റെ മതില് ചാടി കയറി വീട്ടിൽ ഉറങ്ങിക്കിടന്ന് എന്നെ എൻക്വയറി ആന്നും പറഞ്ഞ് അടിച്ചു വലിച്ചോണ്ട് വരായിരുന്നു സാർ. കണ്ടില്ലേ സാർ, നൈറ്റ് ഡ്രസ് പോലും മാറാൻ സമ്മതിച്ചില്ല. ഇക്കാര്യം എന്റെ അച്ഛൻ പോലും അറിഞ്ഞിട്ടില്ല സാർ. അച്ഛൻ എന്നെ കാണാതെ തേടുന്നുണ്ടാവും സാർ. ഞാനും അച്ഛനും കൂടി ചേർന്ന് കഷ്ടപ്പെട്ട ഒരു കോൾ ടാക്സി കമ്പനി തുടങ്ങിയതാ. ഏതോ ഒരു അടപ്പെടുത്തോണ്ട് വന്ന് എന്നെ സംശയിക്കുക സാർ. എന്റെ കയ്യിലുള്ളത് ഒരു പഴയ വണ്ടിയാ സാർ. അത് പോകുന്ന വഴിക്കൊക്കെ ഓരോന്നും അടന്ന് വീണോണ്ടിരിക്കും എന്നും പറഞ്ഞ് ഈ ഏരിയയിൽ നടക്കുന്ന കൊലയ്ക്കൊക്കെ ഞാനാണോ കാരണം? സാറ് വേണമെങ്കിൽ ആ മൂടി ഒന്ന് വാങ്ങി നോക്ക്. ആ സാധനം ഇത് കാണിച്ചേ, എടുക്ക്. ഓരോരോ കേസുകളിൽ ഉണ്ടായിക്കൊണ്ട് ഒരു മനുഷ്യന് തലവേദന ഉണ്ടാക്കാൻ വേണ്ടി അവനെ കാറ് കയറ്റി കൊന്നത് ഞാനാണ്. എടി നിന്നെ ഞാൻ എന്താടാ ഇത്? ഇതാണോ എവിഡൻസ്? സാർ, അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ സാർ, ഇതൊക്കെ ഒരു എവിഡൻസ് ആണോ? അതൊക്കെ പോട്ടെ സാർ, കാറ് കയറ്റി കൊന്നിരുന്നെങ്കിൽ മർഡർ നടന്ന സ്പോട്ടിൽ കാറിന്റെ ടയറിന്റെ പാടുണ്ടാവില്ലേ? അത് എന്റെ കാറിന്റെ ടയറുമായിട്ട് മാച്ച് ആവണ്ടേ? അത് ഈ സാർ ചെക്ക് ചെയ്തൊന്ന് ചോദിക്ക് സാർ. എന്താടോ ചെക്ക് ചെയ്തില്ലേ? ചെക്ക് ചെയ്തു സാർ, പക്ഷേ ടയർ മാർക്സ് മാത്രം മിസ്മാച്ച് ആവുന്നു സാർ. ടയർ മാർക്സിന്റെ എവിഡൻസ് അവിടെ. അതെങ്ങനെ മാച്ച് ആവാനാ? ഞാൻ ആ ടയർ മാറ്റിയില്ലേ? എടി പോലീസ് സ്റ്റേഷനകത്തൊന്നും നിന്നെ വിളച്ചില്. എന്താണോ ഇത്? ഈ പാട് മാച്ചാവുന്നില്ലല്ലോ. ഒരു പ്രോപ്പർ എവിഡൻസ് ഇല്ലാതെ ഒരു പെൺകുട്ടിയെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്നിട്ട് എൻക്വയറി ചെയ്യില്ലേ? സാർ, അതന്നെയാ സാർ ഞാനും ചോദിക്കുന്നത്. ഒരു ലേഡി പോലീസ് പോലും ഇല്ലാതെ ഒരു പെണ്ണിനെ ഇങ്ങനെയാണ് എൻക്വയറി ചെയ്യുന്നത്. ഇങ്ങനെ എന്നെ ഉപദ്രവിച്ച ഞാൻ പ്രസിലും മീഡിയയിലും ഒക്കെ കംപ്ലൈന്റ് ചെയ്യും. ശരി നിങ്ങൾ നോക്കോ. താനിക്കിവിടെ എന്നാ ചെറുക്കാൻ നിൽക്കും. സാർ, ഞാൻ ദയവ് ഇത് പറയാണ്, എന്നെ വിട്ടേക്ക്. ഇനി എന്നെ ഉപദ്രവിക്കരുത്. സുഹൃത്തെ, ഇനി 2 പേരോടുണ്ട്. പറ്റുമെങ്കിൽ രക്ഷിച്ചോ. നിന്നെ കൊണ്ട് സത്യം പറയിക്കാതെ വെടിലടി. സാർ നോക്ക് സാർ, വീണ്ടും വീണ്ടും എന്റെ തലയ്ക്കുന്ന സുഖമില്ലേ? നിങ്ങൾ നോക്കോ ഇവിടുന്ന്. സാർ, ഇത്രയും തെളിവുകളുണ്ടായിട്ട് അവളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ സാർ. ഈ മൂടിയും ആ മാർക്കും കൊണ്ടൊരു പ്രയോജനമില്ലാണ്ടായി. അവൾ പറഞ്ഞ ആ 2 പേരാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അവൾ അവിടെ കുടുങ്ങും. ഓ ബിഷ്ക. ഒരു കോയിൻ പോലും ഇതിനകത്തില്ല. ഇതെന്താ മോളെ അച്ഛൻ എല്ലാം അടിച്ചു കളഞ്ഞത്? എന്റെ മോടെ കോയിൻസ് എല്ലാം അവിടെ തന്നെ ഉണ്ടല്ലോ. ഇത് എന്തു പറ്റി? എന്നും അച്ഛൻ തന്നെയാണല്ലോ വിന്നറ്. എന്താന്നറിയില്ല, റെഡ് കോയിൻ അടിക്കാൻ നേരത്ത് മാത്രം മനസ്സ് പടപടാന്ന് അടിക്കുന്നത്. എന്താ പറഞ്ഞത്? റെഡ് കോയിൻ അടിക്കുമ്പോ മാത്രം നെഞ്ചിലൊരു പടപടപ്പ്. ഹലോ, ആ പവഴൻ ടാക്സി തന്നെയാ, പറഞ്ഞോ. കുറച്ച് നാളത്തേക്ക് വണ്ടി വരില്ല, ഞങ്ങൾക്ക് കുറച്ച് ജോലികളുണ്ട്. ഡോറ, ആദ്യമായിട്ട് സബ്വേയിൽ കാർ കയറ്റി. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആദ്യമായിട്ട് സബ്വേയിൽ കാർ കയറ്റി കൊന്നപ്പോ ഹാർട്ട് ബീറ്റ് അടിച്ചു. പിന്നെ അതിനു മുമ്പ്
ആദ്യമായിട്ട് കാറ് വാങ്ങാൻ പോയപ്പോ അപ്പോഴും ഹാർട്ട് ബീറ്റ് അടിച്ചു. പക്ഷേ അവിടെ എന്തിനാ അടിച്ചെന്നറിയില്ലല്ലോ. അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അതെങ്കിൽ ഒരു ഹോണടി, അല്ലെങ്കിൽ 2 ഹോണടി. ഡോറ, അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഡോറ, കാറ് വാങ്ങിയ സ്ഥലത്ത് റോഡ് സൈഡ് CCTV ഫുട്ടേജ് വാങ്ങിയിട്ടുണ്ട്. അതില് നമ്മൾ അന്വേഷിക്കുന്ന ആളുണ്ടോ എന്ന് പറയോ? ഇപ്പൊ കാണിക്കാം. ഇവനാണോ? मैं गिंडी में पानी पूरी बेचता हूँ, पेरेम बकम हाउसिंग बोर्ड में। ഡോറ, ഹാർട്ട് ബീറ്റ് വെച്ച് ഈസി ആയിട്ട് കണ്ടുപിടിക്കാന്നാ കരുതിയേ. പക്ഷേ എങ്ങനെയാ കണ്ടുപിടിക്കുക? അവൻ എവിടെയാന്നറിയില്ലല്ലോ. ഡോറ, നീ ഇങ്ങോട്ടേ പോന്നേ? ഡോറ, നീ എന്തായി കാണിക്കുന്നേ? നിനക്ക് എന്താ വേണ്ടത്? ഡോറ, അടുത്തെങ്ങും ആരുമില്ല. ഓടിച്ച് കേറ്റട്ടെ. ഏയ്, എന്തിനാ നിർത്തിയത്? ഇടിച്ചു കൊല്ലണ്ടേ? ഡോറ, എന്തായി കാണിക്കുന്നേ? ഡോറ, എന്താ നിന്റെ പ്രശ്നം? എന്താ നിനക്ക് എന്താ വേണ്ടത്? ഡോറ, ഇത് കഷ്ടമാണ്. ഇത്രയും നല്ലൊരു അവസരം ഇനി കിട്ടുമോ? നിനക്ക് അവനെ ഇടിച്ചു കൊല്ലായിരുന്നില്ലേ? റെസിഡൻഷ്യൽ ഏരിയയിൽ എന്താ ചെയ്യുന്നത്? पानीपुरी से ले सर। ഇവിടെ ഒന്നും നിൽക്കാൻ പാടില്ല. മെയിൻ റോഡിലോട്ട് പോ. എന്തിനാ
നിർത്തിയത്? അവനെ കൊല്ലായിരുന്നില്ലേ? എന്റെ അമ്മേ, നല്ല സമയം. ഇപ്പൊ എല്ലാം കുളമായനെ. നീ എല്ലാം ചിന്തിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാനാണ് എടുത്തു ചാടാൻ നോക്കിയത്. ഡോറ, അവനെ വേറെ പ്ലാനിട്ട് നമുക്ക് പൊക്കാം. സമ്മതമല്ലേ? സാർ, കഴിഞ്ഞ ശനിയാഴ്ച ബുധനാഴ്ച ഞങ്ങൾ ഏരിയ മുഴുവൻ അന്വേഷിച്ചപ്പോൾ ചില ബംഗാളികൾ അവിടെ ഉണ്ടായിരുന്നു. മേടവാക്കത്തും വേളാച്ചേരിയിലൊക്കെ കറങ്ങുന്നുണ്ടായിരുന്നു സാറേ. കഴിഞ്ഞ 2 ദിവസം മുമ്പ് പെരുമ്പത്തൂരുള്ള ഹൗസിംഗ് കോളനിയിൽ ഒരുത്തൻ ആരെയോ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അതെന്താണെന്നറിയാൻ ഞങ്ങൾ അവനെ ഫോളോ ചെയ്തു. അവിടെ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ വീട് വിട്ടു പോയിട്ടില്ലെന്ന് മനസ്സിലായി. എന്റെ ഊഹം ശരിയാണെങ്കിൽ ആ ബംഗാളികൾ താമസിക്കുന്ന ഏരിയയിൽ തീർച്ചയായും അവരെത്തും. സാറേ, എന്നാൽ ഏരിയയിലോട്ട് പോലീസ് ഫോഴ്സിനെ അയക്കട്ടെ. ഒരു പെണ്ണിനെ പിടിക്കാൻ പോലീസ് ഫോഴ്സ്? സാർ, അവളെ വീട്ടിൽ നിന്ന് കാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കുക. വണ്ടി എടുക്കണോ? സാർ, വണ്ടി പെരുമ്പാക്കത്തിലൊക്കെ തിരിയുന്നു. സാറേ, സാറ് പറഞ്ഞ പോലെ തന്നെ പെരുമ്പാക്കത്തേക്കാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. മിസ്സാവരുത്. തന്റെ കൂടെയുള്ളവരെ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ സാർ. സിയാദെ, അവളെ വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. വാച്ച് ചെയ്തോണ്ടിരിക്കുന്ന അവിടെ. ഓക്കെ സാർ. ഇവിടെ ജോലിക്ക് വന്നിരിക്കുന്ന എല്ലാ നോർത്ത് ഇന്ത്യൻസിന്റെയും ഫോട്ടോയും ഡീറ്റെയിൽസും ഇതിലുണ്ട് സാർ. ഒരു ഐസ്ക്രീം തരൂ. അഖിലൻ ഇപ്പൊ എവിടെയുള്ളത്? അവള് കോല ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുക സാറേ. ശരി, ഫോളോ ചെയ്തോളൂ. ഡോറ, എനിക്കൊരു ജോലിയുണ്ട്. കുറച്ചു നേരം നീ നോക്കൂ. ഒരു മിനിറ്റ്, കുറച്ച് പിന്നിലോട്ട് വാ. വെയിറ്റ്, അവന്റെ ഡീറ്റെയിൽസ് നോക്കട്ടെ. പാനിപ്പൂരിക്കാരൻ എങ്ങനെ? നിന്റെ പേരെന്താ? എവിടെ താമസിക്കുന്നത്? ഇതിൽ വേറെ പേരാണല്ലോ. അവൻ മീനമ്പാക്കം എന്നാണല്ലോ പറഞ്ഞത്. എന്തൊക്കെയോ കുഴപ്പമുണ്ട്.